നമ്മളത് CMF നത്തിങ് സ്മാർട്ട് വാച്ച് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതാണ് നമ്മളെ വാച്ച്. ഇതാണ് നമ്മളെ അടിപൊളിയായിട്ടുള്ള വാച്ചാണ്. ഇത് കാണാൻ കൊള്ളാം, അടിപൊളിയാണ്. സ്ട്രാപ്പൊക്കെ സിൽക്കോൺ സ്ട്രാപ്പാണ്. ഇതിന് 4 വേരിയൻ്റ് ഉണ്ട്. 4 വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 2 വേരിയൻ്റ് സിൽക്കോണും 2 വേരിയൻ്റ് ലെതർ സ്ട്രാപ്പുമായിട്ടാണ് വരുന്നത്. ഈ ലെതർ സ്ട്രാപ്പായിട്ടുള്ള വരുന്ന വേരിയൻറ്റിന് 5499 രൂപയും സിൽക്കോൺ സ്ട്രാപ്പായിട്ട് വരുന്ന വേരിയൻറ്റിന് നമുക്ക് വരുന്നത് 4999 രൂപയാണ് നമുക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഇതാണ് ഈ വാച്ച്, CMF നത്തിങ് സ്മാർട്ട് വാച്ച്. ഇതാണ് 1.3 ഇഞ്ച് AMO LED ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ്, അതായത് ഈ ഡിസ്പ്ലേയിൽ തന്നെ ഓട്ടോ ബ്രൈറ്റ്നസ്സും ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേത് വാച്ചിനും കാണാത്തൊരു ഫീച്ചറാണ് ഈ ബഡ്ജറ്റിൽ മറ്റേത് വാച്ചിനും കാണാത്തൊരു ഫീച്ചറാണ് ഓട്ടോ ബ്രൈറ്റ്നസ്. നമുക്ക് എന്താ വെച്ചാൽ നല്ല വെളിച്ചുള്ള സമയത്ത് നമുക്ക് ഡിസ്പ്ലേ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല വെയിലുള്ള സമയത്ത് പോയി വാച്ച് നോക്കുന്ന സമയത്ത് ബ്രൈറ്റ് നമുക്കൊന്നും ടൈമൊന്നും കാണാൻ പറ്റില്ല. ആ സമയത്ത് ഓട്ടോ ബ്രൈറ്റ് ആയിട്ട് നമ്മൾ ഫോണിന് അതേപോലെ തന്നെ ബ്രൈറ്റിൽ ഡിസ്പ്ലേ ലൈറ്റ് നമുക്ക് കത്തിക്കൊണ്ടിരിക്കും. അതേപോലെ നമുക്ക് കുറഞ്ഞ, അതായത് വെളിച്ചമില്ലാത്ത സമയത്ത് കുറഞ്ഞ ലൈറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ടൈമും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഓട്ടോ ബ്രൈറ്റ്നസ് സ്ക്രീൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 100-ലേറെ വാച്ച് സ്പേസുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഇൻബിൽഡായിട്ട് നമുക്ക് 5 വാച്ച് സ്പേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നീട് ആപ്പ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഈ 5 എണ്ണത്തിൽ റീപ്ലേസ്മെൻറ്റ് മാറ്റിയിട്ട് 5 വാച്ച് സ്പേസ് നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ 100-ലേറെ വാച്ച് സ്പേസ് ഉണ്ട്. അത് ആപ്പ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്. അതായത് ബ്ലൂടൂത്ത് കോളിംഗ് അറ്റൻഡ് മാത്രമല്ല ഡയൽ പേഡും ഇതിൽ ഇൻക്ലൂഡാണ്. അതായത് നമുക്ക് കോൾ ചെയ്യാൻ എന്ത് ചെയ്യാം, ഇതിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഡയൽ പേഡ് ഡയൽ ചെയ്ത് നമുക്ക് കോൾ ചെയ്യാനും അതുപോലെ അതിൽ തന്നെ നമുക്ക് കോൺടാക്റ്റ് സേവ് ചെയ്യാനും പറ്റും. അതാണ് ഈ വാച്ചിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന് എന്താണെന്ന് വെച്ചാൽ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് പിന്നെ അതുപോലെ GPS ബിൽഡ് ഇൻ മൾട്ടി സിസ്റ്റമാണ്. അതായത് GPS ഇൻക്ലൂഡ് ആണ് ഈ വാച്ചിന്. നമുക്ക് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ പറ്റും. അതുപോലെ തന്നെ ബാറ്ററി 11 ദിവസമാണ് ഈ വാച്ച് പറയുന്നത്. 11 ദിവസം കമ്പനി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ 11 ദിവസമൊന്നും ഇത് കിട്ടൂല. കൂടുതൽ ബ്ലൂടൂത്ത് കോളിങ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു എക്സാക്റ്റ് ഒരു വീക്കാൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം അതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബസൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് എനിക്ക് തോന്നുന്നു നത്തിങ് ഇനിയും ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള ബസൽസുകൾ ഇനിയും നത്തിങ് മാർക്കറ്റിൽ ഇറക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, സാധാ മുമ്പൊക്കെ ഇറങ്ങിയ സാംസങ് വാച്ചിലൊക്കെ പോലെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഊരിയിട്ട് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനും നമുക്ക് പറ്റും. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ളത് മാഗ്നറ്റ് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കേബിൾ മാത്രമേ ഉള്ളൂ. ഈ മാഗ്നറ്റ് ചാർജർ ആണ് ഇതിന് ഒരു വയർലെസ് ചാർജറെങ്കിലും കൊടുക്കാമെന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് കൊടുത്തിട്ടുള്ളത് മാഗ്നറ്റ് ചാർജറാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകളും നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ ഏകദേശം ഒരു 2 ദിവസം ഞാൻ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അതിൽ തന്നെ ഒരുപാട് ഫീച്ചേഴ്സുകൾ നമ്മൾ കൈമ കെട്ടുമ്പോൾ വർക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സുകളുണ്ട്. അതുപോലെ തന്നെ ഓൾവൈസ് ഡിസ്പ്ലേ ഒക്കെ നമ്മൾ വാച്ച് ഊരി വെച്ചാലൊന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ബാറ്ററി സേവിങ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ആവശ്യമില്ലല്ലോ, നമ്മൾ കയ്യിൽ കിട്ടുമ്പോഴാണല്ലോ വാച്ചിന് ഇതെല്ലാം. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിലുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്തെല്ലാം എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ഒക്കെ അടുത്ത വീഡിയോ ഞങ്ങൾ ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.